ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വീക്ക് ഹീറോ ക്ലാസ് സീസൺ 2 ആണ്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സീരീസ് ആയിരിക്കും. മൊത്തം 8 എപ്പിസോഡുകളാണ് ഇതിലും വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ബാക്കു എല്ലാത്തിനെയും അവിടുന്ന് ഓടിച്ചു വിടും. ഡാ ഹ്യൂണെ, നീ ചത്തോ? എണീച്ചു പോടാ. മറ്റേ സൈഡിൽ അടി കൊണ്ട് ബോധം പോയി കിടക്കുകയാണ് ഹ്യോമാന്. ബാക്കു ഹ്യൂണിനോട്, ഈ അടിയുണ്ടാക്കുന്ന സമയം പോയി പ്രാക്ടീസ് ചെയ്തൂടെ നിനക്ക്? എന്ത് പ്രാക്ടീസാ? നല്ല ആളാ പറയണ്. ടൂർണമെൻറ്റിൽ നമുക്ക് മത്സരിക്കാൻ പറ്റാതിരുന്നത് തന്നെ നീ കാരണമാണ്. ക്യാപ്റ്റനായ നിന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ കാര്യം ബാക്കു തന്നെ ഇപ്പോഴായിരിക്കും അറിയുന്നത്. അയ്യോ, ഇനി വീണ്ടും മുടി ഡൈ അടിച്ച് പഴയ പോലെ ആക്കേണ്ടി വരുമോ? ആ നേരത്ത് ഒരുത്തൻ അടിക്കാൻ നിൽക്കും. എല്ലാത്തിനെയും നല്ല പോലെ അവൻ ഡീൽ ചെയ്യും. നിങ്ങൾ പുറത്ത് എന്ത് ചെയ്യുന്നോ അതൊന്നും എൻ്റെ വിഷയമല്ല. ഈ യൂണിഫോം ഇട്ട് ഇവിടെ കിടന്ന് അടി കൂടിയേക്കരുത്. കുറച്ച് കഴിഞ്ഞ് ഹ്യോമാന് ബോധം വരുമ്പോൾ അവൻ തന്നെ എണീച്ചു പോകും. ജുൺ വന്ന് നീ ഓക്കെ അല്ലേ എന്ന് സിയൂണിനോട് ചോദിക്കും. ഹ്യൂൺ സിയൂണിനോട് സോറി പറയും, അവരുടെ വാക്കും കേട്ട് ഇവനെ തല്ലാൻ വന്നതിൽ. ബാക്കു ഇവനോട് ക്ഷമിക്കണം, ഇവ നല്ല കുട്ടിയാണേ എന്നൊക്കെ പറയും. സിയൂൺ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്നു. ശേഷം നീ ഒരാളെ കൊന്നെന്നും ഒക്കെ ഹ്യൂൺ പറഞ്ഞ കാര്യങ്ങൾ സിയൂണിൻ്റെ മൈൻഡിൽ ഇപ്പോഴും കിടന്ന് കളിക്കുന്നുണ്ടാവും. ഈ കാര്യം മനസ്സിലാക്കിയ ജൂൺ അവനെ ആശ്വസിപ്പിക്കും. നീ ഈ റൂമറൊന്നും കേട്ട് കാര്യമാക്കണ്ട. അത് റൂമറല്ല. അതുകൊണ്ടാണ് ഞാൻ ഇനി ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ലെന്ന് തീരുമാനിച്ചത്. ശേഷം അവരുടെ സ്കൂളാണ് കാണിക്കുന്നത്. ബാക്കുവിൻ്റെ ശരിക്കുള്ള പേര് പാർക്ക് ഹൂമീൻ എന്നായിരിക്കും. പക്ഷേ അവനെ എല്ലാവരും വിളിക്കുന്നത് ബാക്കു എന്നാണ്. അവൻ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷമായിരിക്കും സ്കൂളിലേക്ക് വരുന്നത്. അവനവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കയറി വരുന്ന സമയത്ത് കുറച്ച് പിള്ളേരുടെ മേത്തേക്ക് ഫുട്ബോൾ അടിക്കുന്നത് കണ്ട അവൻ, ആ പയ്യന്മാരെ വെറുതെ വിട്ടേക്ക്, ഇതെന്താ വേൾഡ് കപ്പ് സ്റ്റേഡിയോ, ബോള് പുറത്തു പോയി തട്ട്. അപ്പോൾ അവരും ആ ശരിയാ, പുറത്തു പോയി തട്ടാം അല്ലടാ, എങ്കിൽ എല്ലാവരും വേഗം ക്ലാസ്സിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരെയും ചെന്ന് കാണാൻ തുടങ്ങും. ശേഷം ക്ലാസ്സിൽ വേറെ ഒരു ടീമുമായി പരിശീലന ഗെയിം മത്സരം കളിക്കുന്നതിനെക്കുറിച്ച് ബാക്കു ഹ്യൂണുമായി ഗൗരവമായി ചർച്ച നടത്തുന്നു. ആ ടീം മിക്സ്ഡ് മാർഷൽ ആർട്സ് ഉപയോഗിച്ച് ബാസ്കറ്റ്ബോൾ കളിക്കുന്ന ടീംസാണ്. അതുകൊണ്ട് പ്ലെയേഴ്സിന് ഇഞ്ചുറി പറ്റുമോ എന്നാണ് ഹ്യൂണിൻ്റെ പേടി. അവിടേക്ക് സിയൂണിനെയും ജൂണിനെയും കണ്ട ബാക്കു, എന്താ വീണ്ടും അടി പൊട്ടിയോ? അപ്പം നമ്മളെ 4 പേരെയും ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമാൻ്റെ കൂടെ നടക്കുന്ന എല്ലാവരും ഇന്ന് ആബ്സെൻ്റ് ആണ്. അതിലെന്തേലും പന്തികേടുള്ളതായി തോന്നിയോ? നിങ്ങൾ അവരെ അടിക്കുന്നത് കുറച്ച് കുട്ടികൾ കണ്ടു. അതുകൊണ്ട് ഇതിന് പണിഷ്മെൻ്റായി ഒരു പരിപാടിക്ക് വോളണ്ടിയറായി നിൽക്കാനുള്ള പണി ഏൽപ്പിക്കും. ഹ്യൂൺ, ഇത് ശരിയല്ല സാർ. അപ്പോൾ ഹ്യൂമാനും ബാക്കിയുള്ളവരോ? അവരാണ് തല്ല് തുടങ്ങിയത്. അയാൾ, നിർത്തടാ, നീ എന്താ ഇനി എന്നേറ്റ് ഡിബേറ്റിന് വരികയാണോ? അപ്പോൾ സിയൂൺ, സത്യമാണ് സാർ. ഹ്യൂമാനും അവൻ്റെ ഫ്രണ്ട്സുമാണ് ആദ്യം തല്ല് തുടങ്ങിയത്. സാർ, നീയും ഇവരുടെ കൂടെ കൂടി ഇങ്ങനെയായോ? ബാക്കു ആ രണ്ടെണ്ണത്തിൻ്റെയും തല താഴ്ത്തിപ്പിടിച്ച്, സോറി സാർ, ഞങ്ങൾ വോളണ്ടിയറിങ് ചെയ്തോളാം. ബാസ്കറ്റ്ബോൾ ടീമിനെ ഈ പ്രശ്നത്തിൽ നിന്നും ഒഴിപ്പിച്ചോളാം. വൺസ് അഗെയിൻ ഒരു ടീം ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. പുറത്തെത്തിയ ഹ്യൂൺ, വോളണ്ടിയർ വർക്ക് നിനക്കെന്താ പ്രാന്താണോ അതൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ? ഹ്യൂമാനുമായിട്ടുള്ള പ്രശ്നത്തിൽ നിന്ന് ഊരിപ്പോരണ്ടേ? അപ്പോൾ ഇതൊക്കെ സഹിച്ചേ പറ്റൂ. അവിടുന്ന് സിയൂൺ പോകുന്ന വഴി അവനെ വിളിക്കും. ബാക്കു, പറയടാ ഹ്യൂൺ. ഇപ്പോഴോ? അതെ. ഓഫീസിൽ വെച്ച് നമ്മളെ സൈഡിൽ നിന്നവനല്ലേ? ഹ്യൂൺ ഇന്നലെ സംഭവിച്ചതിന് ഒന്നുകൂടെ സോറി പറയും. അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാ. അപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങൾക്ക് സിയൂണും അവനോട് സോറി പറയും. പിന്നെ ഞാൻ നിങ്ങളുടെ സൈഡൊന്നുമല്ല. പിന്നെ നേരത്തെ പോലെ എൻ്റെ തലയിൽ തൊടാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് അവൻ പോകും. ആ സ്പോട്ടിൽ ബാക്കു ചെന്ന് അവൻ്റെ മുടി ഇളക്കും. ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത്? എന്ത് ചെയ്യുമെന്ന് പറ. അപ്പോൾ നീ എന്തായി ചെയ്യുന്നത്? ബാക്കു, ഇതിലെന്താ ഇത്ര ഇറിറ്റേഷൻ വരാനുള്ളത്? നീ എൻ്റെ ചെയ്ത് നോക്ക്. ആ എന്താ സുഖം. ഹ്യൂൺ പെട്ടെന്ന് തന്നെ അവനെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകും. അപ്പോൾ ജുണ്ണും ആ മുടിയൊന്ന് നേരാക്കി കൊടുക്കും. ശേഷം ബാക്കുവിൻ്റെയും ടീമിൻ്റെയും കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് സിയൂൺ. ജുൺ അവനോട്, ശരിക്കും ഇവിടെ ഇത്രയ്ക്ക് പീസ്ഫുൾ ആയിരിക്കാൻ കാരണക്കാരൻ അത് ബാക്കുവാണ്. അവനാണ് ശരിക്കും ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ശരിക്കും ഇവിടെ ഒരു യൂണിയൻ ഉണ്ട്. നമ്മുടെ അടുത്തുള്ള അയൽപ്പക്കത്തെ എല്ലാ സ്കൂളിലുള്ള എല്ലാവരും ചേർന്ന് ഒരു യൂണിയൻ ഉണ്ട്. ബേക്ജിൻ, സിയോങ് ജെ, ഇവനെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടതായിരിക്കും. പിന്നെ ഡോങ് ഹെ, അങ്ങനെ കുറേ പേരുണ്ടെന്ന് പറയും. ഇവരെല്ലാം വേറെ വേറെ സ്കൂളിലുള്ളതായിരിക്കും. ഹ്യോമാൻ ആ ഫോണൊക്കെ മോഷ്ടിച്ച് ശേഖരിക്കുന്നത് ആ യൂണിയൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ബാക്കു അവൻ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞതോടെ
നമ്മുടെ ഈ യൂൻജാങ് സ്കൂൾ മാത്രമാണ് അതിൽ ചേരാത്തത്. അങ്ങനെ യൂണിയനിലെ ഗുണ്ടാ സംഘം നമ്മുടെ സ്കൂളിൻ്റെ യൂണിഫോം ധരിച്ചു വരുന്ന ഏതൊരു കുട്ടിയെയും ആക്രമിച്ച് പണം തട്ടാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട ബാക്കു അവരെയെല്ലാം തല്ലിച്ചതക്കും. അങ്ങനെ അവൻ ശരിക്കും നമ്മളെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഈ യൂൻജാങ് സ്കൂളിലെ രാജാവാണ് അവൻ. യൂണിയനിലെ ആർക്കും ബാക്കുവിനെ എതിർക്കാൻ അവസരം കിട്ടിയിട്ടില്ലെന്ന് ജുൺ പറയുന്നു. ശേഷം സിയുൻ്റെ അമ്മ അവനോട്, നീ വീണ്ടും പഴയ പോലെ ആവുകയാണോ, തല്ലൊക്കെ ഉണ്ടാക്കിയിട്ട്? എനിക്ക് പേടിയാണ് നിന്നെ ഓർത്ത്. ഇതുപോലെയുള്ള ചീത്ത കൂട്ടുകെട്ടിൽ ഒന്നും കൂടണ്ട എന്നവനോട് പറയും. ശേഷം യൂണിയനിലുള്ള ആളുകളെയാണ് കാണിക്കുന്നത്. കുറേ എണ്ണത്തിനെ മുട്ടയിലിരുത്തി ഒരുത്തനെ ചവിട്ടി കൂട്ടുന്നുണ്ടാവും. അത് ഹ്യോമാൻ ആയിരിക്കും. ഡോങ് ഹെ ബേക്കിന് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിക്കും. എന്നിട്ട് ഫോണിലൂടെ എന്താ അവൻ്റെ പേര്, ഹ്യോമാൻ ആണെന്ന് പറയും. അവൻ കൊണ്ടുവരേണ്ട കാശ് കൊണ്ടുവന്നുമില്ല, അവൻ കളക്ട് ചെയ്ത ഫോൺസ് എല്ലാം അവൻ്റെ നിന്ന് പോവുകയും ചെയ്തു എന്ന് പറയും. ഇവനെ അടിച്ചത് ബാക്കു ആണെന്നാണ് പറയുന്നത്. ആ നേരം ഹ്യോമാൻ ബേക്കിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. എനിക്ക് കുറച്ച് സാവകാശം വേണമെന്ന് പറയുമ്പോൾ, വായടക്കട, നിന്നെ യൂണിയനിൽ നിന്ന് റിജക്റ്റ് ചെയ്തു. എന്നിട്ട് അവനെയും വലിച്ചുകൊണ്ട് അവിടുന്ന് പോകും. എന്നിട്ട് സിയോങ് ജിയോട് ആ ബാക്കുവിനെ ഒന്ന് നിരീക്ഷിക്കാൻ പറയും. ശേഷം കാണിക്കുന്നത് ഒരു മ്യൂസിയമാണ്. അവിടെയായിരിക്കും അവർക്ക് പണി കിട്ടിയിട്ടുണ്ടാവുക. അവിടെ ഓരോ വേഷം കെട്ടി വരുന്നവരെ രസിപ്പിക്കണം, അവരുടെ കൂടെ ഫോട്ടോ എടുക്കണം, അതൊക്കെയായിരിക്കും. സിയൂണിനും മടുത്തിട്ടുണ്ടാകും. ആ സമയം ബാക്കു അവിടെയുള്ള ഗേൾസിനായിട്ട് എൻജോയ് ചെയ്ത് സംസാരിച്ചു വരുന്നതായി കാണും. കൂട്ടത്തിൽ സിയൂണിന് ഒരു ഹായും കൊടുക്കും. ശേഷം ഇതൊക്കെ കഴിഞ്ഞ് അവർ 4 പേരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ബാക്കുവും ഹ്യൂണും തമ്മിൽ അടിപിടി കൂടുന്നതൊക്കെ കണ്ട് സിയൂണിനും ചിരിയൊക്കെ വരുന്നുണ്ട്. അതിനിടയിൽ സിയൂണിൻ്റെ ഷർട്ടിലേക്ക് അവരുടെ സ്റ്റിക്ക് വീണ് കറയാവുന്നു. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ പോകും. അങ്ങനെ അതും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു മൂലക്ക് സിയോങ് ജെ ഇരുന്ന് മൊബൈലിൽ ഗെയിം കളിക്കുന്നത്. അവൻ, നീ ബാക്കുവിൻ്റെ ഫ്രണ്ടാണോ? നിനക്കൊരു കാര്യം അറിയോ? വേണ്ടാത്ത കൂട്ടുകെട്ടിൽ കൂടി നീ നിൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ഒരു ഫോട്ടോ എടുക്കും. സിയോൺ, ഞാൻ ആരാണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കും. അവിടെ വെച്ച് സിയോങ് ജെ അവനെ അടിക്കാനായി ശ്രമിക്കും. ഞാനിപ്പോൾ വന്നത് നിന്നോടൊരു ഹായ് പറയാനാ, അതുകൊണ്ട് നമുക്കിതിപ്പോൾ നിർത്താം, പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവൻ പോകും. ശേഷം ബാക്കുവിന് ടോയ്ലറ്റ് പോകാൻ മുട്ടി ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴി അവൻ സിയോങ് ജെയെ കാണും. അവൻ, ഇതെന്ത് കോലാടാ, അപ്പോൾ നീ എന്താ ഇവിടെ? ഒന്നുമില്ല, നിന്നെ ഒന്ന് കാണാൻ. പക്ഷെ ഞാൻ നേരെ ചെന്ന് കയറിയത് വേറൊരുത്തൻ്റെ മുമ്പിലും. ഒരു ചെറിയ ഹായ് പറഞ്ഞിട്ടിങ്ങ് പോന്നു. ബാക്കു, നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ സിയോങ്ങിന് ചിരിയായിരിക്കും വരുന്നത്. നിനക്കിപ്പോഴും യൂണിയനിൽ ജോയിൻ ചെയ്യണ്ടല്ലേ? നിന്റെ യൂങ്ജാങ് സ്കൂൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്കൂളും ഉണ്ട്. ബേക്ക് ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് വിചാരിക്കണ്ട. അങ്ങനെ അവൻ സിയൂണിനെ കാണും. നീ ഏതേലും ഒരുത്തനെ വാഷ്റൂമിൽ വെച്ച് കണ്ടായിരുന്നോ? അതെൻ്റെ തെറ്റാ. അപ്പോൾ എന്ത് തെറ്റി? എന്ത് തെറ്റാ നീ ചെയ്ത്? അപ്പോൾ ഒന്നുമില്ല, എല്ലാം വിട്ടേക്ക് എന്ന് പറയും. ശേഷം വേറൊരു സ്കൂളിൽ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് കൊടുക്കുന്ന ചടങ്ങായിരിക്കും. ആ നേരം ഒരു പെണ്ണ് ഒരുത്തനോട് എന്ത് കണ്ടിട്ടാ അവന് കൊടുക്കുന്നത്, അവൻ എന്താ നേടിയത്? അപ്പോൾ അവൻ ഭൂലോക പഠിപ്പിച്ചാണെന്നുള്ള കാര്യം അവളോട് പറയും. ആ അവാർഡ് കിട്ടുന്നത് ബേക്കിനായിരിക്കും. ശേഷം ബേക്ക് നടന്നു പോകുന്ന നേരത്ത് പിന്നാലെ അവനെ അടിക്കാനായി കുറേ ഗുണ്ടകൾ ഫോളോ ചെയ്യും. അങ്ങനെ നേരെ പാർക്കിംഗ് ഏരിയയിലോട്ട് കൊണ്ടുപോകും. അവിടുന്ന് അവൻ ഒറ്റയ്ക്കായിരിക്കും വരുന്നത്. അത് ഹ്യോമാനും അവൻ്റെ ആളുകളുമായിരിക്കും. നീ എല്ലാവരെയും യൂസ് ചെയ്ത് ആവശ്യം കഴിഞ്ഞാൽ തട്ടിക്കളിക്കാമെന്ന് വിചാരിച്ചോ? നീ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അതുപോലെ ചെയ്തില്ലേ? നിനക്കാകപ്പാടെ ചെയ്യാൻ അറിയുന്നത് ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. നീ സിയോങ് ജിയുടെ പിന്നിൽ നിന്നിട്ടാണ് കളിക്കുന്നത്, കാരണം നിനക്ക് ആരുമായും ഫൈറ്റ് ചെയ്യാൻ അറിയില്ല. ആ യൂണിയൻ നയിക്കേണ്ടത് നിന്നെപ്പോലുള്ള ഒരുത്തനല്ല. അവിടുന്ന് അവരുടെ ഫൈറ്റ് തുടങ്ങും. എന്നിട്ട് ഹ്യോമനെയും അടിച്ചിട്ട് അടുത്ത വട്ടം വരുമ്പോൾ ഇതിന് പ്രിപ്പയർ ആയി വരാൻ പറയും. അവിടുന്ന് സിയോങ് ജെയുടെ മെസ്സേജ് വരും. ഇന്ന് പുതിയൊരുത്തനെ കണ്ടു, ആള് മോശക്കാരനല്ല, എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് അവൻ്റെ ഫോട്ടോയും അയച്ചു കൊടുക്കും. ശേഷം സിയൂൺ അവരോട്, എനിക്ക് വേറൊരു പരിപാടിയുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ പോകും. എന്നിട്ട് അവർ ഇരുന്ന് കഴിക്കുന്ന സമയം ബാക്കു ജൂണും ഹ്യോമാനും തമ്മിലെന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഹ്യൂൺ,
ഹ്യോമാൻ ഇവനെ കൊണ്ട് കുറേ ഫോണുകൾ മോഷ്ടിപ്പിച്ചു. കുറ്റബോധം തോന്നിയ ഇവൻ എല്ലാ ഫോണുകളും തിരിച്ച് അവിടെ തന്നെ വെച്ചു. ഇത് കേട്ട ബാക്കു, നീ അടിപൊളിയാണല്ലോ. ഏയ് അങ്ങനെ ഒന്നുമില്ല, എല്ലാം സിയോൺ പറഞ്ഞു തന്നിട്ടാ. അവനെന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ആ ന്യൂട്ടൻ്റെ തേർഡ് ലോ പറയും. ബാക്കു, ഓ അടിപൊളി, സംഭവം എന്താണെന്നറിയില്ല, പക്ഷെ കേൾക്കാൻ നല്ല രസമുണ്ട്. ശേഷം സിയൂൺ യാങ്സൂനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അവിടുന്ന് അവനെ ബാക്കു വിളിക്കും. ഒന്നുമില്ലടാ, നീ വീട്ടിലെത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇല്ല എന്ന് പറയും. അവിടേക്ക് സിയോങ് ജെ വരും. ഇവനാണോ യാങ്സു, നിന്റെ ഫ്രണ്ട്? ഇവൻ്റെ ലൈഫാണോ നീ നശിപ്പിച്ചത്? നീ എന്താ ഇവിടെ? അപ്പോൾ നീ ഒന്ന് എൻ്റെ കൂടെ വന്നേന്ന് പറയും. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.